ബത്ലഹേം കുടുംബ യൂണിറ്റ് പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരു ഫീൽ ഗുഡ് പടം വെച്ച് നിവിൻ ഈ ഓണം അങ്ങോട്ട് തൂക്കും, ഉറപ്പിച്ചോ. മെയിനായിട്ട് ആ ഒരു ഓണക്കാലത്ത് ഫാമിലി ഓഡിയൻസാണ് തിയേറ്ററിൽ കയറുക കൂടുതലായിട്ടും. അപ്പോൾ ഫാമിലി ഓഡിയൻസിന് കയറാൻ പറ്റിയ പടം, അത് നിവിൻ പോളി സേഫ് സോൺ പടം, വേറെ എന്ത് വേണം. പടം ഇറങ്ങി പോസിറ്റീവ് കൂടി വന്നു കഴിഞ്ഞാൽ 100-150 കോടിയൊക്കെ പുഷ്പം പോലെ തൂക്കും. ഒരു ഹ്യൂജ് ലെവൽ, അത് അതിനും വലിയ ലെവലിലേക്ക് ഒരു കളക്ഷൻ എത്തണമെങ്കിൽ ഖലീഫ ഒന്ന് ഇടിയണം. അതായത് ഖലീഫയ്ക്ക് ഒരു മിക്സഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റെസ്പോൺസൊക്കെയാണ് വരുന്നെങ്കിൽ മക്കളെ പടം ഉണ്ടല്ലോ ബത്ലഹേം കുടുംബൻ്റെ ഒരു പോക്കങ്ങോട്ട് പോകുന്നത് 200 കോടി കടന്നു ഒരു ഡൗട്ടും വേണ്ട. നിവിൻ പോളിയും അമിതാഭ് ബച്ചൻ എന്ന പടത്തിലെ അടുത്ത ഏറ്റവും വലിയ ഗ്യാരണ്ടി ഗിരീഷ് ഏടി, ഡയറക്ടർ ഗിരീഷ് ഏടി ഫിലിം, അതിന് തന്നെ ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട്. മേക്കേഴ്സ് ഓഫ് തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു, പോരെ മക്കളെ പക്ക വൈബ് ട്രെയിലർ. ഒരു അനൗൺസ്മെൻറ്റ് പോലെയാണ് സാധനം വന്നത്. നിവിൻ പോളിയുടെ ജസ്റ്റ് എന്ന ക്യാരക്ടറും അമിതാഭ് ബച്ചൻ അശ്ലി എന്ന ക്യാരക്ടർ അയൽവാസികളാണ്. പ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും വലിയ ട്രെൻഡായിട്ടുള്ള ക്യാരക്ടറല്ല ഒരു പടത്തിലും അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടർ. അപ്പോൾ അതിൽ ഒരു ട്രെൻഡില്ലാത്ത ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അമിതാഭ് ബച്ചന് നിവിൻ പോളിയുടെ ക്യാരക്ടറിനോട്, അതായത് ജസ്റ്റിനോട് പ്രണയം തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാടൊക്കെ പിടികൊടുക്കാണ്ട് ജസ്റ്റിൻ പോയെങ്കിലും അവസാനം പുള്ളി അതിൽ വീഴാണ്. ഒരു ഇവിടുത്തെ സിൻഡയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്, ഒരിക്കലും കുലുങ്ങാത്തൊരു പാറ നീ തകർത്ത് കളഞ്ഞടി എന്ന് പറയുന്നുണ്ട്. എനിക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു നമ്മുടെ ഓംശാനൊക്കെ ഉണ്ടല്ലോ, ഓംശാന്തി ഓഷൻ്റെ കാര്യമായി ഏകദേശം ആ ലെവൽ തന്നെ. പിന്നെ പടത്തിൽ ചിരിപ്പിക്കാനായിട്ട് കൂടാതെ സംഗീതി ശ്യാം ഇവരൊക്കെ ഉണ്ട്. പ്രോമിസിങ് കാസ് തന്നെ പടത്തിലുണ്ട്. ഓക്കെ, തിയേറ്റർ അങ്ങനെ കിടന്ന് കത്തുന്നുള്ളതിലൊരു ഡൗട്ടും വേണ്ട. പടം പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കളക്ഷൻ ബേസിലും തൂക്കേണ്ടി ആയിരിക്കും. ഇനി മറ്റൊന്ന്, അതായത് ഞായറാഴ്ച ഖലീഫയുടെ ട്രെയിലർ വരുന്നുണ്ട്. അതോടെ കണ്ടിട്ട് മനസ്സിലാക്കുക ആരാണ് ഈ ഓണം തൂക്കാൻ പോകുന്നുള്ളത്. ഗെയിം ഓൾറെഡി മാറ്റിയല്ലോ, പിന്നെ അത് നോക്കണ്ട. പക്ക ഫൺ റോംകോം പടം പൊളിക്കുന്നതല്ല. അപ്പോൾ 21 വെള്ളിയാഴ്ച സ്കൂളുകളിലെയും കോളേജുകളിലൊക്കെ ഓണപ്പുറമായിട്ട് നേരെ തിയേറ്ററിലേക്ക് വിട്ടോ. ബത്ലഹേം കുടുംബ യൂണിറ്റ് കാണാം, തിയേറ്ററിൽ അങ്ങനെ അടിച്ച് പൊളിയാം. നമുക്കതിൽ അടുത്തോടെ കാണാം. ബൈ.